ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏകദേശം 1 മാസമായി എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനും അതുപോലെ ചെറിയ ചെറിയ സിനിമ റിവ്യൂസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒരിക്കലും ഇത് എന്താ പറയുക, പൈസ ഏൺ ചെയ്യാനോ അല്ലെങ്കിൽ ഫേമസ് ആകാനോ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നില്ല. എനിക്ക് ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ എന്നെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇതുപോലെയുള്ള വ്ളോഗ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ സിനിമ റിവ്യൂ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ആൾക്കാർ കളിയാക്കുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യാതിരുന്നത്. പക്ഷേ വൺസ് ഞാനത് ഈ ഒരു മാസമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ ഒരു മാറ്റമാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയ ടൈമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടുന്ന അതേ വീഡിയോസ് ഫേസ്ബുക്കിലും ഇടാറുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഫോളോവേഴ്സ് കയറുകയും അതേപോലെ ഏണിങ്സ് എന്നുള്ള ഭാഗത്ത് ഈ ഡോളറിൻ്റെ സിമ്പിൾ കൊടുത്തുള്ള ഭാഗത്ത് കുറേ പൈസയുടെ കൗണ്ട് കൂടാൻ തുടങ്ങുകയും ചെയ്തു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഹാപ്പി. കാരണം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഞാൻ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്തിരിക്കുന്നത് പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ആർട്ട് വർക്കാണെങ്കിലും അല്ലെങ്കിൽ വലിയ ആർട്ട് വർക്കാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത് പെർഫെക്ഷനാണ്. ഈ പെർഫെക്ഷൻ കൊണ്ട് എനിക്ക് ഗ്രോത്ത് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. അപ്പോൾ എനിക്ക് പൊതുവേ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ലൈഫിൽ വേണ്ടത് പെർഫെക്ഷൻ അല്ല, പെർഫെക്ഷൻ മാത്രമല്ല കൺസിസ്റ്റൻസിയാണ്. അതായത് പെർഫെക്ഷനേക്കാൾ ചില സമയത്ത് നമ്മൾക്ക് ലൈഫിൽ വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ കൺസിസ്റ്റൻസി ഉള്ള ഒരാൾക്ക് ലൈഫിൽ ഉറപ്പായിട്ടും ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം.